ഹലോ ഗൈസ്, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസങ്ങളായിട്ട് തരംഗമായിക്കൊണ്ടിരിക്കുന്ന 12,000 പേരുടെ ഗിന്നസ് റെക്കോർഡ് ഡാൻസ് പെർഫോമൻസിനെ പറ്റിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കേട്ടോ. ഞാൻ അതിൻ്റെ ഒരു ഭാഗമായിരുന്നു. അതേ തുടർന്ന് എനിക്ക് ഒരുപാട് കമൻറ്റുകളും അതുപോലെ തന്നെ കുറേ സംശയങ്ങൾ എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിക്കേണ്ടായിരുന്നു. കമൻറ്റ് എന്ന് പറയുമ്പോൾ കുറേ ബാഡ് കമൻറ്റ്സ് ഉണ്ടായിരുന്നു. സ്വപ്നം കാക്ക കുത്തി, അണ്ടൻ അടകോടനൊക്കെ പങ്കെടുത്തു, വിഡ്ഢികൾ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മെൻഷൻ ചെയ്ത കമൻസുകൾ എനിക്ക് ഉണ്ടായിരുന്നു. കുറേ പേര് ചിരിക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ കുറേ കമൻസിൻ്റെ ഭാഗം. പിന്നെ കുറേ ഫ്രണ്ട്സിൻ്റെ ജെന്യൂനായിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സ് എന്നോട് കുറച്ച് ഡൗട്ടുകളും ചോദിച്ചു. അപ്പോൾ അതിനെ തുടർന്നാണ് ഞാനിപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു നല്ല പോസിറ്റീവായിട്ട് ചർച്ച ചെയ്യേണ്ടിയിരുന്ന ഒരു സംഭവമാണ് ഈ ഗിന്നസ് റെക്കോർഡിൻ്റെ പരിപാടി. പക്ഷേ അന്നൊരു ഫോൾട്ട് നടന്നുകൊണ്ട് അന്നൊരു ആൾക്കൊരു ആപത്ത് നടന്നതുകൊണ്ട് മാത്രം ടോട്ടലി നെഗറ്റീവായി പോയൊരു സംഭവമായി മാറി. ഇതിൽ പങ്കെടുത്ത കുട്ടികളോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളായിട്ടുള്ള ഡാൻസ് ടീച്ചേഴ്സ് ആയാലും നിരപരാധികളായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവരെന്ത് തെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഈ കിടന്ന് ഇവരെ വിഡ്ഢികളെന്നും അങ്ങനെ ഓരോ ചതിക്കപ്പെട്ടവരെന്നൊക്കെ പറഞ്ഞ് അവരെയും കൂടി എന്തിനാ വേദനിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഇതിൽ പങ്കെടുക്കുന്ന നമുക്കൊരു ഡാൻസർ എന്ന നിലയിൽ പങ്കെടുക്കാൻ ഒരു വേദി കിട്ടുക, അത് തന്നെ വലിയ കാര്യമല്ലേ. പിന്നെ ദിവ്യ ഉണ്ണി എന്ന് പറയുന്ന ഒരു ആക്ട്രസ് അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി, എത്ര വലിയ ഡാൻസറിൻ്റെ കൂടെ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ചെയ്യാൻ കിട്ടുന്നത് ഭാഗ്യം തന്നെയാണെന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നമുക്ക് ഈ കോടാനുകോടി മലയാളികൾ ഇന്ത്യക്കാരുള്ള ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു ലോകത്ത് ഇത്രയും വലിയ അറിയപ്പെടുന്ന ഒരു പെർഫോമറുടെ കൂടെ ഒന്ന് സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നത് വലിയ ഭാഗ്യം തന്നെയാണ്. ഏതൊരു ഡാൻസറിനും ഒരു വേദി കിട്ടുമ്പോൾ അത് എങ്ങനത്തെ വേദിയാണെന്ന് നോക്കേണ്ട കാര്യമില്ല. ഇനി അതിൻ്റെ ബാക്കിൽ എന്തെങ്കിലും അഴിമതി നടന്നിട്ടുണ്ടോയെന്ന് അതൊക്കെ ആധികാരികമായിട്ട് സംസാരിക്കാൻ ഞാൻ ഒരാളുമല്ല. പക്ഷെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് 3,500 രൂപ ഒരു രജിസ്ട്രേഷൻ ഫീസ് പോലെ അടയ്ക്കണം എന്നാണ്. അല്ലാതെ 3,500 രൂപ സാരിക്കാണെന്ന് പറഞ്ഞിട്ടില്ല. കേട്ട കമൻറ്റാണ് നമുക്ക് വെള്ളം പോലും തന്നിട്ടില്ല എന്നുള്ളത്. ഞാൻ എടുത്ത വീഡിയോ ആണ് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ എടുത്ത വീഡിയോ, അതായത് എനിക്ക് വെള്ളം കിട്ടി, സ്നാക്സ് കിട്ടി, വെള്ളമൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ ഒരു സ്പോൺസർ ഉണ്ടായിരുന്നു. ആ സ്പോൺസർ വെള്ളത്തിൻ്റെ ക്യാനുകളായിട്ട് അവർ ഡാൻസ് കഴിഞ്ഞിട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. എല്ലാവർക്കും കൊണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. വെള്ളം കിട്ടിയില്ല എന്ന് പറയുന്നത് ശരിക്കും നുണയാണെന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഇഷ്ടമാതിരി ലേസ് അതുപോലെയുള്ള പാക്കറ്റുകൾ, പിന്നെ അതുപോലെ മായാണോ മാസയാണോ എന്നറിയില്ല, അതിൻ്റെ ഒരു ക്യാനും നമുക്ക് അവർ തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ എന്താ നുണയുള്ളത്? അവർ തന്നില്ല, വെള്ളം പോലും കുട്ടികൾക്ക് കുടിക്കാൻ ഉണ്ടായില്ല എന്ന് പറയുന്നത് എന്തോ ഒരു തെറ്റായ ഒരു പ്രചരണമാണെന്ന് മനസ്സിലാക്കാനുള്ളൂ. കാരണം ഞാൻ ആ വീഡിയോ ഇവിടെ ഷെയർ ചെയ്യുന്നത്. പിന്നെ വന്നൊരു കമൻറ്റാണ് പൊരു വെയിലത്ത് പിള്ളേരെ നിർത്തി ആകെ വിഷമിച്ചു. കുറേ പേര് ദൂരെ നിന്ന് വന്നവരുണ്ട്. അപ്പോൾ അവർ ഇത്തിരി കൂടി നേരത്തെ എത്തിക്കാണും, അതുകൊണ്ടായിരിക്കും വെയിൽ കുറേ അവർക്ക് അനുഭവപ്പെട്ടത്. നമ്മളെത്തിയപ്പോൾ അത്രയും വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരുപാട് പേര് പറഞ്ഞു ദിവ്യ ഉണ്ണിക്ക് ഗിന്നസ് കിട്ടാൻ വേണ്ടിയിട്ട് വെറുതെ വീഡിയോകളെ പോലെ പോയി നിൽക്കുന്നത്. ദിവ്യ ഉണ്ണിക്ക് കിട്ടാൻ വേണ്ടിയുള്ള പരിപാടി ആയിരുന്നില്ല. സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇതിൽ പലരും പല രീതിയിൽ ഇതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പോൾ സത്യം എന്താണെന്ന് വെച്ചാൽ ദിവ്യ ഉണ്ണിക്കുള്ള പരിപാടി ആയിരുന്നില്ല. ദിവ്യ ഉണ്ണി ഒരു ടീച്ചർ, എല്ലാവരുടെയും ടീച്ചേഴ്സിൻ്റെ ഗുരു എന്നുള്ള രീതിയിൽ ഒരു കൊറിയോഗ്രാഫർ, അതുപോലെ ഞങ്ങളുടെ ഒരു പാർട്ടിസിപ്പൻറ്റ് പോലെ ആയിരുന്നു ദിവ്യ ഉണ്ണി. അല്ലാതെ ദിവ്യ ഉണ്ണിക്ക് വേണ്ടി മാത്രമല്ല ഈ ഗിന്നസ്. അത് ആ ഗിന്നസിൽ നമുക്ക് ആ സ്റ്റേഡിയത്തിലെ ഗിന്നസിൻ്റെ ആൾക്കാരും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരതിൽ വ്യക്തമായി എഴുതിയ കാര്യങ്ങളാണ്. പിന്നെ പറയുന്നതായിട്ടാണ് ഇങ്ങനെ ഒരു അപകടം നടന്നപ്പോൾ എന്തുകൊണ്ട് അത് നിർത്താതെ പിന്നെയും ആ പരിപാടി കണ്ടിന്യൂ ചെയ്തു എന്നുള്ളൊരു ചോദ്യം. ഒന്ന് ഓർക്കുക, പല സ്ഥലത്തു നിന്നാണ് പല ആൾക്കാരും വന്നിരിക്കുന്നത്. ഒരുപാട് യാത്ര ചെയ്ത് വന്നവരുണ്ട്. കൊല്ലം, തിരുവനന്തപുരം തുടങ്ങി പല ജില്ലകളിൽ നിന്ന് ആൾക്കാർ ട്രാവൽ ചെയ്ത് വന്നേക്കുന്ന ഒരു പരിപാടിയാണ്. ഇങ്ങനൊരു ഇൻസിഡൻറ്റ് സംഭവിച്ചിട്ട് എല്ലാവരും പിരിഞ്ഞു പോയി, പിന്നെ വേറൊരു ദിവസം വീണ്ടും വരിക. അവരെ അത്രയും ട്രാവൽ ചെയ്തെങ്കിലും എഫേർട്ടെങ്കിലും നമ്മൾ കണക്കാക്കണ്ടേ? അങ്ങനെ ഒരു പരിപാടി സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയോ പേരെ അത് ബാധിക്കും. ഇതിൽ ഒരുപാട് പ്രഗ്നൻറ്റ് ലേഡീസ് ഉണ്ടായിരുന്നു, ഒരുപാട് അമ്മമാർ. ഞാൻ കണ്ടതിന് തൊട്ട് മുമ്പിൽ നിൽക്കുന്ന ഒരു ചേച്ചി, അതിൻ്റെ കൈക്കുഞ്ഞ് 6 മാസം പോലും ആവാത്ത അതിൻ്റെ കൈക്കുഞ്ഞിനെയും പിടിച്ചിട്ടാണ് ചേച്ചി നിന്നത്. പിന്നെ ഡാൻസിൻ്റെ പരിപാടി ആകുമ്പോൾ അതിൻ്റെ ടീച്ചറിനോ ആരെങ്കിലും കൈമാറും. ഞാനത് നേരിട്ട് കണ്ട സംഭവം. അതുപോലെ വന്ന ആൾക്കാർ വരേണ്ടത് അത് അവരുടെ കലയോടുള്ള പാഷൻ, ഇങ്ങനൊരു പരിപാടിയെക്കുറിച്ച് അറിഞ്ഞിട്ട് അവർക്കൊരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് വന്നവരും. പിന്നെ ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ള ഡാൻസ് കളിക്കണമെന്ന് ആഗ്രഹം തോന്നിയ ഒരുപാട് ആൾക്കാർ വന്നവരുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഒരേയും കൂടിയും ഇന്ന് പറ്റില്ല എന്ന് വേറെ ദിവസം വായെന്നൊക്കെ പറഞ്ഞു വിടുന്നത് എത്രത്തോളം മണ്ടത്തരമാണെന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ശരിയാണ്, അങ്ങനെ ഒരു അപകടം വന്നു. ഇതിൽ നമ്മൾ ആരും അറിഞ്ഞുകൊണ്ടല്ലല്ലോ അപകടം വരുത്തിയത്. അപ്പോൾ പുള്ളിക്കാർ വീഴുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ കണ്ടു. എനിക്ക് തോന്നിയത് അങ്ങനെ പിടിച്ച് ആരും ഉന്തിയിട്ടതായിട്ടോ മനഃപൂർവ്വം വീഴിക്കാൻ വേണ്ടി ചെയ്തതായിട്ടോ ഒന്നും എനിക്ക് തോന്നിയില്ല. ഞാൻ ഈ സംഭവം നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ സംഭവം നേരിട്ട് കണ്ടിട്ടില്ല. അവിടെ ഉണ്ടായിരുന്ന പകുതി മുക്കാലോളം ആൾക്കാർ ഇത് അറിഞ്ഞിട്ട് കൂടി ഉണ്ടാവില്ല. അവരുടെ വീട്ടിൽ നിന്നൊക്കെ വിളിക്കുമ്പോഴായിരിക്കും അറിയണം ഇങ്ങനൊരു സംഭവം നടന്നു. അപ്പോൾ തന്നെ നമ്മളൊക്കെ വാവിളിച്ച് നിന്നു. ഞാനൊന്നും അറിഞ്ഞിട്ടും കൂടിയില്ല. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു മെസ്സേജ് വന്നപ്പോഴാണ് ഞാൻ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു പോലും അറിയുന്നത്. ഇത്രയും വലിയ പരിപാടി നടത്തുമ്പോൾ എന്തായാലും അതിൻ്റെതായ പണച്ചെലവുകളും കാര്യങ്ങളുണ്ടാവും. ഒരുപാട് സെലിബ്രിറ്റീസിനെ കൊണ്ടുവന്നു, പൊളിറ്റീഷ്യൻസിനെ കൊണ്ടുവന്നു. അവർക്ക് എന്തായാലും ഒരു നിശ്ചിത എമൗണ്ട് റെമ്യൂണറേഷൻ ഉണ്ടാവും. പിന്നെ ഗിന്നസിൻ്റെ ആൾക്കാർക്കും ഉണ്ടാവും. അതുപോലെ സ്റ്റേഡിയത്തിനും ഒരു നിശ്ചിത എമൗണ്ട് ഉണ്ടാവും. പിന്നെ ഇത്രയും ആൾക്കാർ ഒന്നിച്ചു കൂടുന്ന എന്തെങ്കിലുമൊക്കെ ചിലവുകൾ ഉണ്ടാവും, ഇല്ലാതിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറഞ്ഞ് വാങ്ങിയിട്ടുണ്ടാവുക. ഇനി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് പറയാറില്ല. കാരണം ഇത് ഇത്ര എമൗണ്ട് അവർ പറ്റിച്ചു എന്നൊന്നും പറയാൻ എനിക്ക് അറിയില്ല. കാരണം ഞാൻ അതിൻ്റെ കണക്കുകളും കാര്യങ്ങളും ഇവർക്കൊക്കെ കൊടുത്ത എത്ര എമൗണ്ട് ആണെന്ന് നമുക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതലൊന്നും കിടക്കുന്നില്ല. പിന്നെ ഞാൻ ഈ ഓർഗനൈസേഷനെ സപ്പോർട്ട് ചെയ്തൊന്നും പറയുന്നതല്ല. ഈ ഓർഗനൈസേഷൻ അതിൻ്റെതായ വേറെയും ഫോൾട്ടുകൾ ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയായിട്ട് പ്രോപ്പറായിട്ടുള്ള ഒരു കോർഡിനേഷൻ്റെ കുറവ്, വളണ്ടിയറിങ്ങിൻ്റെ കുറവ് നല്ലോണം ഫീൽ ചെയ്തിരുന്നു. നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ സ്കാൻ ചെയ്യുന്ന സ്ഥലത്തൊക്കെ ആരെയും ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടൊക്കെ കുറച്ചൊക്കെ, അതായത് ഒരുപാട് ലേറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഒരുപാട് സ്ഥലത്ത് നിന്ന് ആൾക്കാർ വന്നതുകൊണ്ടായിരിക്കണം അങ്ങനെ ഒരു ഇത് വന്നത്. കാരണം ആദ്യത്തെ ടൈമിലൊക്കെ ഭയങ്കര സ്മൂത്തായിട്ട് എൻട്രി നടന്നു എന്ന് അറിഞ്ഞു. ലാസ്റ്റൊക്കെ ആയപ്പോൾ ഭയങ്കരമായിട്ടും നമുക്ക് മാനേജ് ചെയ്യാൻ, നമുക്ക് മാത്രമല്ല അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള
പോലുള്ള ക്രൗഡ് വന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും പേടിയുണ്ടായത് തിരിച്ച് ഈ പ്രോഗ്രാം കഴിഞ്ഞിറങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് റഷായിട്ട് സ്റ്റാമ്പേഡ് ഉണ്ടാവുമോ എന്നുള്ളൊരു പേടിയായിരുന്നു എനിക്കുണ്ടായിരുന്നത് കേട്ടോ. എന്തോ ദൈവം സഹായിച്ച് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ അങ്ങനെ ഇങ്ങനെ ബാക്കോട്ട് ഇറങ്ങി നിൽക്കുമ്പോൾ ബാക്കിലുള്ള പിള്ളേർക്ക് സ്ഥലക്കുറവ് നല്ലോണം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെയും കുറച്ച് ബ്ലോക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വീഴാനൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ബാക്കിലോട്ട് കുട്ടികൾ ഫ്രണ്ടിലേക്ക് കുട്ടികൾ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ബാക്കിലുള്ള കുട്ടികൾക്ക് സ്പേസ് ഇല്ലാതെയും അവർ വല്ലയിടത്തും തട്ടിത്തടഞ്ഞ് വീഴാനുള്ള ചാൻസുകൾ ഉണ്ടായിരുന്നു. ഏതോ ജില്ലയിൽ നിന്ന് വേറെ ഏതോ സ്ഥലത്ത് നിന്ന് വന്ന് കുട്ടികൾ അവിടെ നിൽക്കുന്നത്. അപ്പോൾ അവർ വീഴാതിരിക്കാൻ ഞാൻ പ്രോപ്പറായിട്ട് പറഞ്ഞതാണ് അതിൻ്റെ വോളണ്ടിയേഴ്സിനോട്. അപ്പോൾ അവർ കണ്ടു, ഒരു സെക്യൂരിറ്റി വന്ന് അത് മാറ്റി തന്നു. അപ്പോൾ അങ്ങനെയും ചെയ്ത മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. കുറച്ചൊക്കെ അവരുടെ ഭാഗത്ത് നിന്ന് നല്ല വോളണ്ടിയറിംഗ് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തിരുന്നു. പക്ഷേ വെള്ളമൊക്കെ കിട്ടിയില്ല എന്നൊക്കെ പറയുന്നത് ശരിക്കും തെറ്റായ പ്രചരണമാണ്. പിന്നെ ചില കുട്ടികൾക്ക് കിട്ടാഞ്ഞത് എന്താണെന്ന് എനിക്കറിയില്ല. കാരണം അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു, അതിൽ ചോദിച്ച് എന്തായാലും വെള്ളം തരുമായിരുന്നു. പിന്നെ പാരൻസിന് ഡയറക്റ്റായിട്ട് നമ്മൾ പരിപാടി കഴിയുമ്പോഴേക്കും ഗ്രൗണ്ടിലേക്ക് വരാനുള്ള ഒരു പെർമിഷൻ ഉണ്ടായിരുന്നു. കാരണം പാരൻസ് വരാൻ പാടില്ല എന്നൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്കതായിരുന്നു പേടി, കുഞ്ഞു പിള്ളേരൊക്കെ ഇങ്ങനെ പാരൻസ് കണ്ടെത്തും ഇവർ ഇതിൻ്റെ ഉള്ളിൽ പെട്ടുപോയാലെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ പാരൻസിന് ഡാൻസ് കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് ഇറങ്ങി വരാനുള്ള ഒരു പെർമിഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ ഓർഗനൈസേഷൻ്റെ ഭാഗത്ത് ഇത്രയും അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ, കൊള്ള നടന്നിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാനായിട്ട് നമുക്ക് പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ എന്തിനാ ഇതിലേക്ക് പാവപ്പെട്ട പിള്ളേരെ അല്ലെങ്കിൽ അവരുടെ പാരൻസിനെ മോശക്കാരാക്കുന്ന രീതിയിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നു? അല്ലെങ്കിൽ ഞങ്ങളെ പോലുള്ളവർ ഇങ്ങനൊരു പരിപാടിയിൽ പങ്കെടുത്തതിന് നിങ്ങൾ എന്തിനിങ്ങനെ മോശമായ രീതിയിൽ വിഡ്ഢികൾ എന്നൊക്കെ വിളിക്കുന്നു? ഇത് ചിലപ്പോൾ ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വാക്ക് പിൻവലിക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി, അപ്പോൾ ശരിക്കും ആരായി വിഡ്ഢികൾ? നിങ്ങളാവില്ലേ? അങ്ങനത്തെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യൽ നിർത്താം. ഇത്രയും കുട്ടികളെ പല സ്ഥലത്ത് നിന്ന് വന്നവർ ഒന്നിച്ച് നിന്ന് ഇത് പെർഫോം ചെയ്യുന്നുള്ളത് നിസ്സാര സംഭവമൊന്നുമല്ല. പലർക്കും തോന്നും ഇത് ഭയങ്കര എളുപ്പമാണ്. പക്ഷേ വലിയ പാട്, ഒന്നിച്ചൊരു ഓൾമോസ്റ്റ് ഒരു സിംഗിൽ തന്നെ പെർഫോം ചെയ്യാനായിട്ട് നല്ല പാട് തന്നെയാണ്. അങ്ങനെ ഒരു ഇത് അവരുടെ എഫേർട്ട്, ഇത്രയും ദിവസത്തെ കുട്ടികളുടെ പ്രാക്ടീസ് ചെയ്ത എഫേർട്ട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിന് പകരം ഇങ്ങനെ രീതിയിലുള്ള കുട്ടികളെ എന്തിനാ മോശക്കാരായിട്ട് ചിത്രീകരിക്കുന്നത്? അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളൂ. വേറെ ഒന്നിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത്രയ്ക്കുള്ളൂ എൻ്റെ വീഡിയോയിൽ. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീണ്ടും ചോദിച്ചു, അറിയാവുന്നതാണെങ്കിൽ പറഞ്ഞുതരാം. അപ്പോൾ ബൈ.